ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പൂളിൽ നിന്നുള്ള കുറച്ച് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. നിശ്ചലാവസ്ഥയിൽ നിന്നും 2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ സമത്വരണത്തോടെ കൂടി സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ 10 സെക്കൻഡ് ശേഷമുള്ള പ്രവേഗം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ? 2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ ആക്സിലറേഷൻ ആണ് അല്ലേ. 2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത് ഞാൻ എഴുതി വെച്ചു. പിന്നെ 10 സെക്കൻഡ് ശേഷമുള്ള പ്രവേഗമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സമയം എനിക്ക് കൊടുത്തിട്ടുണ്ട് എത്രയാ? 10 സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രവേഗമാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. നിശ്ചലാവസ്ഥയിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം തുടങ്ങുന്ന സമയത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്, കാരണം നിശ്ചലാവസ്ഥയല്ലേ. അപ്പോൾ 0 മീറ്റർ/സെക്കൻഡ് എന്നുള്ളതും കൂടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. ഇനി ഇതെനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 4 ആൾക്കാരെയും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ മൈൻഡിലേക്ക് വരുന്നുണ്ടോ? ഏതാണ്? കറക്റ്റാണ്. V = U + AT എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഇതിൽ വെറുതെ ഒന്ന് കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. U എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന സമയത്തുള്ള വെലോസിറ്റി 0 + A എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ടൈം കൊടുത്തിട്ടുണ്ട് 10 സെക്കൻഡ്സ് ആണ്, 10 കൊടുത്തു. ആൻസർ നമുക്ക് 20 മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിത് മാറ്റേണ്ട ആവശ്യമില്ല. മണിക്കൂറൊക്കെ ആണെങ്കിൽ അതിനെ സെക്കൻഡിലേക്ക് മാറ്റണം കേട്ടോ, കാരണം ഇത് രണ്ടും എപ്പോഴും സെയിം യൂണിറ്റ് ആയിരിക്കണം. ഇത് ഇവിടെ മീറ്റർ/സെക്കൻഡ് സ്ക്വയർ അല്ലേ, അപ്പോൾ ഇവിടെയും സെക്കൻഡ് തന്നെ ആയിരിക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയ എത്രയാണ്? 20 മീറ്റർ/സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. അടുത്തത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കവുങ്ങിൽ നിന്ന് അടയ്ക്ക താഴെ പതിക്കാൻ 1 സെക്കൻഡ് സമയം എടുക്കുന്നുവെങ്കിൽ കവുങ്ങിൻ്റെ ഉയരം ഏകദേശം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? 1 സെക്കൻഡ് സമയം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് മനസ്സിലായി. അപ്പോൾ ടൈം എത്രയാണ്? 1 സെക്കൻഡ് എന്നുള്ളത് മനസ്സിലായി. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ഏകദേശം ഉയരമാണ് ചോദിച്ചിട്ടുള്ളത്, ഏകദേശമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായി. പിന്നെന്താ? ഒരു കവുങ്ങിൽ നിന്ന് അടയ്ക്ക താഴത്തേക്ക് പതിക്കാൻ. അപ്പോൾ കവുങ്ങിൽ നിന്ന് അടയ്ക്കാൻ മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴാൻ പോവാം. അപ്പോൾ അതിന് തുടങ്ങുന്ന സമയത്തെ വെലോസിറ്റി എത്രയായിരിക്കും? തുടങ്ങുന്ന സമയത്തെ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആണ്, കാരണം മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന അനുസരിച്ച് വെലോസിറ്റി കൂടി കൂടി വരും. അപ്പോൾ എന്തായാലും തുടങ്ങുന്ന സമയത്തെ വെലോസിറ്റി 0 ആണ്. ഫൈനൽ വെലോസിറ്റി എനിക്കറിയില്ല കേട്ടോ, അതിപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ഒക്കെ എഴുതാം. U ഉണ്ട്, പിന്നെ H, T ഇതൊക്കെ വെച്ചിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഇക്വേഷൻ ഒന്ന് V² - U² = 2AS. ഈ S എന്ന് പറയുന്നത് തന്നെയാണ് ഈ H എന്നും പറയുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് Hൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? എനിക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ ടൈം ഉള്ള ഇക്വേഷൻ, അതായത് ടൈം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കിട്ടിയിട്ട് വേണം നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി V = U + AT എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനും എനിക്കറിയാം. അതിനകത്തുനിന്ന് ഞാൻ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ വെലോസിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാം. ക്ലിയർ ആവുന്നുണ്ടോ? V = U + ATനകത്ത് യുവും എയും ടിയുടെ ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഞാൻ വിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എത്രയാണ് വരുന്നത്? യുടെ വാല്യൂ 0 ആണ്, പ്ലസ് എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ് അല്ലേ. അത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഏകദേശം കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞല്ലേ. അപ്പോൾ ഞാൻ 9.8ന് പകരം 10 ഇട്ടു. ടൈം എത്രയാണ്? 1 സെക്കൻഡ് ആണ്. അപ്പോൾ ഞാനിവിടെ 1 ഇട്ടു. അപ്പോൾ എൻ്റെ വെലോസിറ്റി എത്ര കിട്ടി? 10 മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വെലോസിറ്റി കിട്ടി. ഇനി എന്നോട് ചോദിച്ചിട്ടുള്ളത് S കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ വെലോസിറ്റി കിട്ടി, നമ്മൾ ടൈമും ഇൻക്ലൂഡ് ചെയ്തു. ഇനി S കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു ഇക്വേഷൻ തന്നെ എഴുതിയാൽ പോരെ. V² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10² - U² എന്ന് പറഞ്ഞാൽ 0 = 2 ഇൻറ്റു ആക്സിലറേഷൻ 10 ആയിട്ട് എടുത്തു ഇൻറ്റു S. S എന്ന് പറഞ്ഞാണ് നമ്മുടെ H കേട്ടോ. അപ്പോൾ 100 = 20 ഇൻറ്റു H എന്ന് എഴുതി. 100/20 = H. H = 5 മീറ്റേഴ്സ് ആണ് ആൻസർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ. 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാറ് 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലമാകുന്നുവെങ്കിൽ ത്വരണം കണക്കാക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ത്വരണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആക്സിലറേഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാറാണ്. അപ്പോൾ അതിൻ്റെ തുടങ്ങുന്ന സമയത്തെ വെലോസിറ്റി ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതെത്ര കൊടുത്തിട്ടുള്ളത്? 20 മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 5 സെക്കൻഡ് കൊണ്ടാണ് നിശ്ചലമാവുന്നു എന്നും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിശ്ചലമാവുന്നു, ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് പെട്ടെന്ന് നിശ്ചലമാവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആണ് അല്ലേ. പിന്നെ എന്താ കൊടുത്തിട്ടുള്ളത്? ടൈം കൊടുത്തിട്ടുണ്ട്. ടൈം എത്രയാ? 5 സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ആക്സിലറേഷനാണ്.
അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാലോ. ഈ 3 ആൾക്കാരെയും വെച്ചിട്ടുള്ളൊരു ഇക്വേഷൻ നമുക്കറിയാലോ ഏതൊക്കെയാ. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇനി വി കൊടുത്തിട്ടുണ്ട് 0 ആണ്, യു എത്രയാ 20 കൊടുത്തിട്ടുണ്ട്, എ ആണ് കണ്ടുപിടിക്കേണ്ടത്, ടൈം എത്രയാ 5. ഇനി എന്ത് ചെയ്യണം, 20 പ്ലസ് 5a ഇസ് ഈക്വൽ ടു 0. നമ്പേഴ്സിനെയൊക്കെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. -20 ഇസ് ഈക്വൽ ടു 5a. ആക്സിലറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. -20/5 ആണ്. ഇൻറ്റു 5 എന്നുള്ള പഠിക്കുമ്പോൾ ഡിവൈഡ് ബൈ 5. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാ, -4 m/s² എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇത് ആക്സിലറേഷൻ അല്ല, റിട്ടാർഡേഷൻ ആണ്. കാരണം നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നതാണ് റിട്ടാർഡേഷൻ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ. നിശ്ചലാവസ്ഥയിൽ നിന്ന് 2 m/s² സമത്വരണത്തോടു കൂടി സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൽ 25 മീറ്റർ കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രവേഗം കണക്കാക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, പ്രവേഗം. പ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റി. എന്തൊക്കെയാണ് കൊടുത്തില്ല, നിശ്ചലാവസ്ഥയിൽ. അപ്പം തന്നെ നമ്മളിവിടെ എഴുതി വെച്ചു കേട്ടോ, എന്താണ് നമ്മുടെ തുടങ്ങുന്ന വെലോസിറ്റി എത്രയാ, 0 നിന്ന് 2 m/s² എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് ആക്സിലറേഷൻ ആണ്. അതും ഞാൻ എഴുതി വെച്ചു, 2 m/s². പിന്നെ 25 മീറ്റർ കഴിയുമ്പോൾ, അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എസ് ഇസ് ഈക്വൽ ടു എസ്ഒ എച്ചോ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. 25 മീറ്റർ എന്നും ഞാൻ എഴുതി വെച്ചു. ഇനി എൻ്റെ അടുത്ത് വി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ യുവും എയും എസും ഒക്കെ കൂടി വിയും ഒക്കെ കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഏതാ, v² - u² ഇസ് ഈക്വൽ ടു 2as. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം v² - u² എന്ന് പറഞ്ഞാൽ 0 ഈക്വൽ ടു 2 × 2 × 25 എന്ന് പറഞ്ഞ് കൊടുത്തു. v² ഇസ് ഈക്വൽ ടു 25 × 4, അതായത് 100. v ഇസ് ഈക്വൽ ടു √100. √100 എന്ന് പറഞ്ഞാൽ എത്രയാ, 10 ആണ്. ഓക്കെ, അപ്പോൾ 10 m/s എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് വൺ. മണിക്കൂറിൽ 90 കിലോമീറ്റർ അല്ലെങ്കിൽ 25 m/s വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാറ് ബ്രേക്ക് പ്രവർത്തിച്ചപ്പോൾ 3 സെക്കൻഡിന് ശേഷം നിശ്ചലമാകുന്നു. യാത്രക്കാർ ഉൾപ്പെടെയുള്ള കാറിൻ്റെ മാസ് 1200 kg ആണെങ്കിൽ ബ്രേക്ക് പ്രവർത്തിച്ചപ്പോൾ പ്രയോഗിക്കപ്പെട്ട ബലം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത്ര ആലോചിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ഇത്തിരി വലുപ്പം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബലം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. മണിക്കൂറിൽ 90 കിലോമീറ്റർ. അപ്പോൾ 90 km/h എന്നുള്ളൊരു മീനിങ് അല്ലേ, മണിക്കൂറിൽ 90 കിലോമീറ്റർ ആണ്. അപ്പോൾ 90 km/h വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ് ബ്രേക്ക് പ്രവർത്തിച്ചപ്പോൾ, അപ്പോൾ നമുക്ക് മനസ്സിലായി അവസാനത്തെ തുടങ്ങുന്ന ഒരു വെലോസിറ്റി ആണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവസാനത്തെ ബ്രേക്ക് ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഫൈനൽ വെലോസിറ്റി 0 ആണെന്നുള്ളതാണ് എപ്പോഴും മനസ്സിലാക്കുക. ബ്രേക്ക് ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. തുടങ്ങുന്ന സമയത്തെ വെലോസിറ്റി ആണ് അവർ കൊടുത്തിട്ടുള്ളത്, എത്രയാണ്, 25 m/s അല്ലെങ്കിൽ 90 km/h. നമുക്കിവിടെ സമയം കൊടുത്തിട്ടുള്ളത് 3 seconds ആണ്. അപ്പോൾ ടൈമിൻ്റെ അവിടെ ഞാൻ പോയിട്ട് 3 seconds എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഇവിടെ സെക്കൻഡ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇത് സെക്കൻഡ് ആണെങ്കിൽ നമ്മൾ ഇവിടെയും എന്ത് ഫോമിൽ എടുക്കണം, സെക്കൻഡ് ഫോമിൽ തന്നെ എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ തുടങ്ങുന്ന വെലോസിറ്റി ഏത് ആയിട്ടെടുത്തു, 90 km/h വരെ ഞാൻ 25 m/s എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. 90 km/h മാറ്റിയപ്പോഴാണ് 25 m/s കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കിട്ടി. പിന്നെ മാസ് കൊടുത്തിട്ടുണ്ട്, എത്രയാ, 1200 kg എന്ന് പറഞ്ഞിട്ട് മാസും കൊടുത്തിട്ടുണ്ട്. ഇനി എഫ് കണ്ടുപിടിക്കണം. എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ ഞാൻ മാസിൻ്റെ അവിടെ എന്തുകൊണ്ട് എഴുതി, 1200 എഴുതി. ആക്സിലറേഷൻ കണ്ടുപിടിക്കണം അല്ലേ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, v - u/t. എങ്ങനെ എനിക്കത് കിട്ടിയേ, കാരണം നമ്മൾ v = u + at എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് v - u/t എന്ന് പറയുന്നതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതങ്ങ് ഇവിടെ അടുത്ത് എഴുതി വെച്ചു കേട്ടോ. ഇനി 1200 ഇൻറ്റു v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 - u എന്ന് പറഞ്ഞാൽ എത്രയാ, 25/t 3 എന്ന് എഴുതി. ഇനി 1200 ഇൻറ്റു -25/3 എന്ന് പറഞ്ഞിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് 400 എന്ന് പറഞ്ഞ് കിട്ടും. ആൻസർ -1000 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും കേട്ടോ. 25 × 4 എന്ന് പറയുമ്പോൾ 100 ആണ്. പിന്നെ 2 0 കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ -10,000 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ തന്നെ എന്നിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതും കൂടെ എഴുതി വയ്ക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് കയറി വന്നോളും കേട്ടോ. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട. എല്ലാവരും നന്നായിട്ട് നാളെ പോയിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ.